ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗുവെ ചാനൽ. 2026 റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന സുധാ കൊങ്കര സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ, രവി മോഹൻ, അഥർവ, ശ്രീലീല എന്നൊരു പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് പരാശക്തി. ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശാണ്. അപ്പോൾ ഈ സിനിമയിലെ തേർഡ് സിംഗിൾ എന്ന പോലെ നമക്കാന കാലം എന്നൊരു പാട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ പാടിയിരിക്കുന്നത് ഹരിചരൻ, നഗാഷ, സീസ ആൻഡ് വേൽമുരുകനാണ്. സോ നമുക്ക് പാട്ട് റിയാക്ട് ചെയ്യാം. Red Giant, Don't Pick Chicks, produced by Akash Bhaskar, GV Prakash musical, GV 100, SK25. അപ്പോൾ ഗൈസ്, ശിവകാർത്തികേയൻ്റെ 25ാമത്തെ പടമായിട്ടാണ് പരാശക്തി വരുന്നത്, 25. ആൻഡ് GV പ്രകാശിൻ്റെ 100ാമത്തെ ചിത്രമായിട്ടാണ് പരാശക്തി വരുന്നത്. അപ്പോൾ GV പ്രകാശിൻ്റെ 50ാമത്തെ സിനിമയായിരുന്നു തെറി. അതായത് തളപതി വിജയ് അഭിനയിച്ച് അഡ്ലി സംവിധാനം ചെയ്ത കലൈപ്പുളിയസ്ഥാനം പ്രൊഡ്യൂസ് ചെയ്ത സിനിമ തെറി വൻ വിജയമായിരുന്നു. മ്യൂസിക്കും വൻ വിജയമായിരുന്നു. പടത്തിനോട് കിടപിടിച്ച് കിടക്കുന്ന അൾട്രാ ഹൈ ഗൂസ് ബംസ് ഉള്ള മ്യൂസിക്കും BGM സ്കോറൊക്കെ ആയിരുന്നു തെറിയിൽ. അപ്പോൾ GV പ്രകാശ് കുമാറിൻ്റെ ഒരു കൺഗ്രാറ്റ്സ് 100ാമത്തെ സിനിമ ചെയ്യുന്നതിന്. ആൻഡ് SKയ്ക്കും ഒരു കൺഗ്രാറ്റ്സ് 25ാമത്തെ സിനിമ. തമിഴ് ഭാഗത്ത് നഗാഷ ഓ ലുക്ക് ഈ 3 പേരാണ് പാട്ട് പാടുന്നത്. അറിവാണ് ലിറിക്സ്. നിങ്ങൾക്കറിയാം, റാപ്പർ തളപതി കച്ചേരി, തളപതിയുടെ ജനനായകൻ സിനിമയിലെ റാപ്പ് സോങ്ങിൽ എഴുതിയിട്ടുള്ളതും അറിവാണ് ലിറിക്സ് ഒക്കെ. ആൻഡ് എനിക്ക് പാട്ട് ഫസ്റ്റ് കേട്ടപ്പം ശിവകാർത്തികേയൻ്റെ ലുക്ക് വൈസ് കൊള്ളാം, മുടിയൊക്കെ ആൻഡ് കോസ്റ്റ്യൂമും കാര്യങ്ങളും. പക്ഷെ എന്നാലും അവർ ഡാൻസ് ചെയ്യുന്നതും പാട്ടും ബീറ്റുമായിട്ടൊന്നും മാച്ച് ആവാത്ത പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയെന്ന് അറിഞ്ഞൂടാ, എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അനിഷ വിശ്വനാഥനാണ് കൊറിയോഗ്രാഫർ. ലുക്ക് കൊള്ളാം. രവി K ചന്ദ്രനാണ് DOP. പ്രൊഡക്ഷൻ ഡിസൈനർ കാർത്തിക് രാജ്കുമാർ. എഡിറ്റർ സതീഷ് സൂര്യ. കോസ്റ്റ്യൂം ഡിസൈനർ പൂർണിമയാണ് മാസ്റ്ററിലെന്ന് തോന്നുന്നു. ഗൈസ്, ബീറ്റ് കൊള്ളാം, പക്ഷെ ലിറിക്സ് അങ്ങ് ഒരു കട്ടിയായിട്ടുള്ള ഒരു ഇമ്പൊന്നും തരുന്നില്ല. അതായത് ഇതൊരു, എനിക്ക് ഈ സിനിമ ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. തമിഴ്നാട്ടിൽ നടന്ന ഒരു കോൺട്രവേഴ്ഷ്യലായ ഒരു കാര്യങ്ങളെ വെച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ എനിക്ക് ലിറിക്സ് കേട്ടിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇത് ഈ സിനിമയിൽ കുറച്ച് എന്താ പറയുക, ഒരു റിവോൾവിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ഒരു പൊളിറ്റിക്കലി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ലിറിക്സ് ആയതുകൊണ്ടായിരിക്കും വലിയ ക്യാച്ചി ആയിട്ടൊന്നും തോന്നാറുണ്ട്. പക്ഷെ ഇതുവരെയും അങ്ങനെ പാട്ടിനെ കുറിച്ചൊരു ഗുമ്മ തോന്നുന്നില്ല. കണ്ട, ഡാൻസും സ്റ്റെപ്പ് ബീറ്റുമായിട്ടും ഒരു ബന്ധവും ഇല്ല. ബീറ്റ് കൊള്ളാം. ഉറങ്ങി ചാവുമെന്ന് തോന്നുന്നു പാട്ട് കേട്ടാ.
ആ ലിറിക്സ് കൊള്ളാം. ആ ലാസ്റ്റ് വന്നപ്പം പാട്ടിന് ആ ലിറിക്സ് ഞാൻ പറഞ്ഞില്ലേ, ലിറിക്സ് കുറച്ച് കൊള്ളാം. വീട്ടോടെ നമ്മളിരുന്ന പിന്നെ ഇവിടെ ആര് നോക്കും, അങ്ങനെ അങ്ങനത്തെ ആ ലിറിക്സ് ഒക്കെ കൊള്ളാം. ആ തുടക്കത്തെ ലിറിക്സ് ഒന്നും പോരായിരുന്നു. ലാസ്റ്റ് വന്നപ്പോൾ ആ ഒരു ബീറ്റിനോട് ആ ലിറിക്സ് ഒക്കെ വന്നപ്പോൾ ആ സെക്കൻഡ് പാരഗ്രാഫിൽ ആ സെക്കൻഡ് സ്റ്റാൻസിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. മൊത്തത്തിൽ പാട്ട് ഹരിച്ചരൻ, നഗാഷ സി, രണ്ടുപേരും നല്ല പാട്ടുകാരാണ്. ബീറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല ഡാൻസ് കളിക്കുന്നത്, വർക്കൗട്ട് ആവാത്ത പോലെ. പരാശക്തി നമക്കാന കാലം എന്നാണ് സോങ് നെയിം. മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. പാടിയിരിക്കുന്നത് ഹരിചരൻ, നഗാഷ സീസ്, വേൽമുരുകൻ എന്നാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് സുധാ കൊങ്കരയാണ്. അപ്പോൾ ശിവകാർത്തിയൻ, രവിമോഹൻ, ഇപ്പോൾ ഇറങ്ങിയ പാട്ടിലെല്ലാം ശിവകാർത്തിയൻ തന്നെയാണ്. രവിമോഹൻ വില്ലൻ വേഷം ചെയ്യുന്നു എന്നാണ്. ഇനി അതർവ ഇതിൽ ഇനി സൈഡ് റോൾ ആണെന്നാണ് കണ്ടപാടെ തോന്നുന്നത്. ശ്രീലീലയും അതർവയ്ക്കില്ല, അത് ശിവകാർത്തിയനുള്ള. ഇത് ഒരു എന്താ പറയുക 1980s 60s ആ ടൈമിൽ എന്തോ തമിഴ്നാട്ടിലെ ഒരു കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. ആ ഒരു ആൻറ്റി ഹിന്ദു അങ്ങനെ ഏതൊരു ടിപ്പിക്കൽ ഒരു വിഷയമാണ്. ആ ഇഷ്യൂ നടന്നിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബേസ്ഡ് ഓൺ സം ട്രൂ ഇവൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതിന് ഈ സിനിമയ്ക്ക് മുമ്പ് പുറനാനൂർ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ദുൽഖർ സൽമാൻ, സൂര്യ ശിവകുമാർ ഒക്കെ ആയിരുന്നു കാസ്റ്റിങ്ങിലും ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ എന്തോ കാരണങ്ങളൊക്കെ ആയിട്ട് അവർ മാറി. പിന്നീടാണ് ഇവരൊക്കെ വരുന്നത് സിനിമയിൽ. അതായത് അപ്പോഴും അതർവേ ശ്രീലീല ഉണ്ടെന്ന് തോന്നുന്നു. രവിമോഹൻ ആൻഡ് സൂര്യ, എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടർ, സൂര്യയുടെ ക്യാരക്ടർ ശിവകാർത്തികേയൻ, രവിമോഹൻ്റെ ക്യാരക്ടർ ദുൽഖറായിരുന്നു ആദ്യം ചെയ്യാനിരുന്നത്. കഥയെ ചിലപ്പോൾ അവർക്ക് ഡേറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ കഥയെ വീണ്ടും അവർക്ക് വർക്ക് ആവാത്തതുകൊണ്ടെല്ലാം മാറിയതായിരിക്കാം. അപ്പോൾ ഇത് 2026 ജനുവരി 14 പൊങ്കൽ റിലീസിനായിട്ടാണ് എത്തുന്നത്. അപ്പോൾ റെഡ് ജൈൻ മൂവീസാണ് സിനിമ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജനുവരി 9 തളപതിയുടെ ജനനായകനുണ്ട്. അപ്പോൾ ആ സിനിമയുടെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ 14-ാം തീയതി പൊങ്കൽ റിലീസ് എന്ന പോലെയും പരാശക്തി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ഇനിയിപ്പം സമയത്തിനറിയാം ടിക്കറ്റൊക്കെ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ ഇഷ്യൂ ഒക്കെ വരുമോ ഇല്ലെന്ന്. കാരണം ജനനായകൻ ഇറങ്ങുന്നു, 3 ദിവസം കഴിഞ്ഞ് റെഡ് ജയന്റ് ആരുടെ ആണെന്ന് നിങ്ങൾക്ക് അറിയാം, ഉദയനിധി സ്റ്റാലിൻ. ഇപ്പോൾ ഉദയനിധിയുടെ പേര് മാറി ഇൻപൻ ഉദയനിധി ആയിട്ടുണ്ട്. അതായത് MK സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ്റെ മകൻ ഇൻപൻ ഉദയനിധി. അപ്പോൾ അങ്ങനെ തലമുറ അങ്ങനെ പോകും. അപ്പം അങ്ങനെ പേര് അങ്ങനെയൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടറിയാം സമയത്തിന് തിയേറ്റർ ഇഷ്യൂ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സിനിമ ഇവിടെ ഇറക്കാതെ എല്ലാ തിയേറ്റേഴ്സും പരാശക്തി കൊടുക്കുമെന്നൊക്കെ. കാരണം ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ DMKയും TVK ഒക്കെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തളപതിയായിട്ടുള്ള ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർക്കൊക്കെ ഉണ്ടാകും. പൊളിറ്റിക്കൽ ആ ഒരു കറക്റ്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സിനിമ 14-ാം തീയതിയാണ് ഇറങ്ങുന്നത്. ടോട്ടലി പാട്ട് എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആണ് തോന്നിയത്. ലിറിക്സ് ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ലിറിക്സ് ഒന്നും പോരാ. ലാസ്റ്റ് വന്നപ്പോൾ ആ 2-3 ലിറിക്സ് കൊള്ളായിരുന്നു. ബീറ്റ് കുറച്ച് കൊള്ളാം, പക്ഷെ ബാക്കിയൊക്കെ ഒന്നും നന്നായിട്ട് വന്നിട്ടില്ല. മൊത്തത്തിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. പാട്ടും പോരാ, ആവറേജ് എന്ന് പറയാനുമില്ല. ഇത് പരാശക്തി, അതാണ് ആ പേര് പരാശക്തി. ഒരു ശക്തിയായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് സിനിമയിൽ ശിവകാർത്തികന് വരുന്നത്. ശിവകാർത്തികൻ്റെ ലുക്കൊക്കെ കൊള്ളാം. ആ കോസ്റ്റ്യൂം ആയാലും ഒരു വിൻറ്റേജ് കോസ്റ്റ്യൂമൊക്കെ വരുന്നുണ്ട്. ആ ഹെയർ സ്റ്റൈല്,
പിന്നെ പക്ഷെ എന്നാലും ബീറ്റും പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ, അതായത് ബീറ്റിനൊത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് പക്ഷെ ബീറ്റ് എവിടെയോ പോകുന്നുണ്ട്, ബീറ്റ് വരുന്നുണ്ട് പക്ഷെ ഡാൻസ് എവിടെയോ പോകുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഒരു സംതിങ് ഫിഷി പോലെ, ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ. പാട്ട് എവിടെയോ പോകുന്നു, ബീറ്റ് എവിടെയോ പോകുന്നു. ആൻഡ് ബീറ്റും ആകെ കൊള്ളാമെന്ന്, കുറച്ച് ബീറ്റ് അത്യാവശ്യം കുറച്ച് കൊള്ളാം, പിന്നെ പാടിയതും കൊള്ളാം, പക്ഷെ ലിറിക്സ് ഒന്നും പോരാ. കാരണം പാട്ട് കൊള്ളാമെങ്കിൽ ലിറിക്സ്, പാടിയത് കൊള്ളാമെങ്കിൽ ലിറിക്സ് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ആ ലാസ്റ്റ് പാരഗ്രാഫിൽ ആ 2-3 ലിറിക്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു പാട്ടിന് ലിറിക്സ് ആണല്ലോ ഏറ്റവും മുഖ്യം. അപ്പം ലിറിക്സ് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പടം വരട്ട്. 14 തീയതി ജനുവരി 2026 സിനിമ. ജനനായകൻ കഴിഞ്ഞിട്ട് എന്താണ് ഏതാണെന്നൊക്കെ കണ്ടറിയാം. കാരണം ഇവർ 9 തീയതി ഇറക്കാൻ പറ്റൂല, കാരണം അത് കിട്ടൂലെന്നറിയാം. ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇനി ജനനായകന്റെ റിവ്യൂ അനുസരിച്ചായിരിക്കും പരാശക്തിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ ആ റിലീസൊക്കെ മാറ്റി 14 തീയതി ആക്കിയത്. ഇവർക്ക് വേണമെങ്കിൽ കുറച്ച് മാറ്റിയൊക്കെ വയ്ക്കാന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു കൊമേഴ്ഷ്യൽ സ്ഥലങ്ങളാണ്, അപ്പോൾ അവർക്ക് സിനിമകൾ ഇങ്ങനെ ഇറക്കാം, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും. അതൊക്കെ ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും സിനി ഫീൽഡും കൂടെ ആകുമ്പോൾ. അപ്പോൾ കണ്ടറിയാം ജനനായകനിൽ പരാശക്തി മുങ്ങിപ്പോവോ അല്ലെങ്കിൽ പൊങ്ങി വരുമോ എന്ന്. എന്തായാലും പൊങ്ങി വരാനൊന്നും വലിയ ചാൻസ് ഒന്നും ഇല്ല. അത് ഇപ്പോൾ തളപതി ലാസ്റ്റ് പടം ഒന്നും കൂടെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മെജോറിറ്റി പിന്നെ കണ്ടന്റാണ് മുഖ്യമെന്ന് തന്നെ ആയിരുന്നാലും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തളപതി ലാസ്റ്റ് പടം കാര്യങ്ങളെന്നൊക്കെ പറയുന്നതുകൊണ്ട് അവിടെ തളപതിക്കാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ കണ്ടറിയാം എങ്ങനെയായിരിക്കും പടമെന്ന്. തളപതി ലാസ്റ്റ് ഒരു പടം, ജനനായകൻ. ഇനിയിപ്പോൾ പരാശക്തി SK വരും. തുപ്പാക്കിയെ പിടിങ്ങിയ ശിവ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ തുപ്പാക്കിൻ്റെ കൂടെ തന്നെ ശിവ പടം ഇറക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.